السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. നമ്മൾ സൂറത്തുൽ മാഊൻ അല്ലേ, നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു. ആദ്യത്തെ 2 ആയത്തുകളാണ് വിശദമായി വിശദീകരിച്ച് നിർത്തി 3-ാമത്തെ ആയത്തിലേക്ക് ജസ്റ്റ് കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. നമ്മൾ ആദ്യത്തെ ആയത്തിന്റെ അർത്ഥം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അതിൽ പറഞ്ഞ ആശയങ്ങളും എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പാരായണം ചെയ്തിട്ട് അടുത്ത ആയത്തിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്ത നീ കണ്ടു. എങ്ങനെയുള്ള അല്ലദീ ഒരുവനെ, എങ്ങനെയുള്ള ഒരുവനാണ്? യുകദ്ദിബു ബിദ്ദീൻ. യുകദ്ദിബു കളവാക്കുന്നു, ബിദ്ദീൻ 2 നമ്മൾ 2 അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്ന് ദീനിനെ കളവാക്കുന്നവനെന്ന് പറയാം, അല്ലെങ്കിലോ പ്രതിഫല നടപടി നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിഫല നടപടിയെ കളവാക്കുന്നവനെ നീ കണ്ടു. നീ കണ്ടിട്ടില്ലെങ്കിൽ കാണാം അവരുടെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ വിശേഷണങ്ങൾ എന്താണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നാമതായിട്ട് എന്നി പറഞ്ഞു, ഫദാലികല്ലദീ യദുഉൽ യതീം. ഫദാലിക അവൻ എങ്ങനെയുള്ളവനാ? അല്ലദീ യദുഉ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? തള്ളിക്കളെ ആട്ടിയകറ്റ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന് അർത്ഥം നൽകാം. തുരത്തി വിടുന്ന അല്ലെങ്കിൽ തള്ളി വിടുന്ന, പിടിച്ചു ഉൾക്കോടെ തള്ളുന്ന ആരെ? അൽ യതീം, അനാഥയെ തള്ളിക്കളയുന്നവരത്രേ. ആര്? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പ്രതിഫല നടപടി. നമ്മൾ ആ ഭാഗം നമ്മൾ വിശദമായി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ യതീമുകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇക്റാമുൽ യതീം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആ ആയത്ത് വിശദമായി പഠിപ്പിച്ചു. അടുത്ത ആയത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. വലാ യഹുദ്ദു നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ, ഓർമ്മ അല്ലേ? വലാ യഹുദ്ദു പ്രോത്സാഹിപ്പിക്കുന്നില്ല, യതീങ്ങളെ തള്ളിക്കളയും ചെയ്യാണ്. മാത്രല്ല പിന്നെന്താ? പ്രോത്സാഹനം നൽകുന്നില്ല. എന്തിന്? അലാ തുആമി, ഭക്ഷണത്തിന്റെ കാര്യത്തില്. അൽ മിസ്കീൻ, അഗതികളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തില്ല? കൊടുക്കില്ല എന്നല്ല, എന്താ പറഞ്ഞ? പ്രോത്സാഹനം നൽകുന്ന പോലുമില്ല.
അപ്പൊ അത്രയും ഗൗരവത്തോടു കൂടി ആ നിഷേധികളായിട്ടുള്ള പ്രതിഫല നടപടിയെ നിഷേധിക്കുന്നവരായിട്ടുള്ള ആളുകളുടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു. ഒന്നാമതായിട്ട് യദ്ഉൽ യതീം, രണ്ടാമതായിട്ട് വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. നമ്മൾ ശരിക്ക് പഠിക്കണം കേട്ടോ, നമ്മൾ ശരിക്ക് മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഈ രണ്ട് കാര്യം. വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയ രണ്ടെണ്ണം. അള്ളാഹു ഇതിനെ ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നാസിർ സഅദി റഹ്മഹുല്ല വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അഗതികൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കുക കൂടി അവർ ചെയ്യുന്നില്ല. കൊടുക്കൂല എന്ന് മാത്രമല്ല, എന്തും ചെയ്യില്ല, കൊടുക്കാനൊന്ന് പ്രോത്സാഹിപ്പിക്കുക അതും ചെയ്യൂല. അങ്ങനത്തെ ആളുകൾ അന്ന് മക്കത്തുണ്ടായിരുന്നു. നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞേ? രണ്ടാൾക്കാരെ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലീദ് ബിൻ മുഗീറ, അതിൻ്റെ ഒരു വിഷയം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിശദീകരിച്ചത് അബൂജഹൽ അല്ലേ? അബൂജഹലിൻ്റെ വിഷയം നമ്മൾ വിശദീകരിച്ച്, അനാഥക്കുട്ടി ഉണ്ടായിട്ട് അനാഥക്കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് പോലും കൊടുക്കാതെ പിടിച്ചു വെച്ച് അല്ലേ? പിന്നെ അബൂ സുഫിയാൻ അല്ലേ? അബൂ സുഫിയാൻ്റെ രംഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബിനോടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹിനോട് നമുക്ക് ഉത്തരവാദിത്തമില്ലേ? ഉണ്ട്. മനുഷ്യരോട് ഉത്തരവാദിത്തം ഉണ്ടോ? അതുണ്ട്. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിക്കണമെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാവേണ്ട ഒന്ന് റബ്ബിനോടുള്ള ഭയമാണ്. നമ്മളിപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ആളുകൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാനും എന്തെങ്കിലും നല്ല ഒന്നെങ്കിലും പല ലക്ഷ്യങ്ങളുണ്ടാവും അല്ലേ? അങ്ങനെ ചെയ്യുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ സെലിബ്രിറ്റികളൊക്കെ ആണെച്ചെങ്കിൽ ഓരെന്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക? ഒരു ജനറലാട്ടോ പറയണേ, ആരെങ്കിലും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. പൊതുവെ അവർക്ക് എന്ത് ചെയ്യണം? ഒന്നും കൂടി നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും അറിയണം, കേൾക്കണം അല്ലെ? അതുകൊണ്ടാണല്ലോ പല സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഓരോ വിളിച്ചിരുത്തുന്നത് അല്ലേ? ഒന്നും കൂടി കൂടുതൽ ആളുകൾ കാണും അല്ലേ? അങ്ങനത്തെ ഒരു ലക്ഷ്യം ഉണ്ടാവും. ആൾക്കാർ കാണണം, നല്ല പേരും പെരുമയൊക്കെ കിട്ടണം അല്ലേ? അതേപോലെ തന്നെ നാട്ടുകാർ നല്ല രൂപത്തിൽ പറയണം, ഇവിടെ എന്തെങ്കിലും അത് മുഖേന വല്ല ബെനിഫിറ്റ് വേറെ ഉണ്ടാകണം എന്നൊക്കെയുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ടാവുക. എന്നാൽ ഈ രണ്ടാളുകളെ, യതീമുകളെ സഹായിക്കുന്നതിലൂടെ, അഗതികളെ കണ്ടെത്തി അവർക്കുള്ള ഭക്ഷണ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അവരെ ശ്രദ്ധിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇത് വല്ല ലക്ഷ്യമാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കുന്നത് പടച്ചോനെ പേടി ഉണ്ടാകുമ്പോൾ തന്നെയാണ്. പടച്ചോനെപ്പേടി ഉണ്ടാകുമ്പോഴാണ് ഇതിന് ഒരു തക്കതായ പ്രതിഫലം നാളെ എനിക്ക് ലഭിക്കുമെന്നുള്ള ബോധ്യം വരുമ്പോഴാണ്, എൻ്റെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ട ആളുകളെ ഞാൻ ശ്രദ്ധിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ആക്ഷേപാർഹനായി മാറില്ല എന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അതൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, അയൽവാസി വിശന്നിരിക്കുമ്പോൾ, നമുക്കറിയണാണ്, പറഞ്ഞോളി, അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിപ്പെട്ടവനല്ല. അവിടെ ആരാ നോക്കാൻ പറഞ്ഞോ? മുസ്ലിമാണോ അയൽവാസി നോക്കാൻ പറഞ്ഞോ? ഇല്ല. ആ മുസ്ലിമാണോ നോക്കാൻ പറഞ്ഞോ? ഇല്ല. അയൽവാസി ആണോ, വിശന്നിട്ടാണോ, നിങ്ങളെടുത്തുണ്ടോ, കുറച്ച് വെള്ളം ചേർത്തിട്ടാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? കറി ഉണ്ടാക്കിയാണ്, നല്ല കറിയാണ്, പക്ഷെ അയൽവാസിക്കില്ല. എന്ത് ചെയ്യും? ഞങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ടായാലും എന്ത് ചെയ്യണം? ഊർക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വെള്ളം ചേർക്കൽ നമ്മളിത് തിന്ന് കഴിഞ്ഞ ശേഷം അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ, വിഷയം മാറും അല്ലേ? നമ്മൾ ഫുള്ള് തിന്നൊക്കെ കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളേക്ക് കുറച്ച് വെള്ളം ചേർക്കല്ല, ആ മൊത്തത്തിലുള്ളേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്ത് ചെയ്യും? നമ്മളും ഓരും ഒരേ മാതിരി കഴിക്കട്ടെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിശന്ന് കരയുന്ന ഒരാളുടെ വയറിൻ്റെ വിളി കേൾക്കുന്ന, അല്ലെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു അന്തിമ പ്രവാചകനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? വിശന്ന് കരയുന്ന ഒരാളുടെ പ്രയാസം മനസ്സിലാക്കുന്ന ഒരു അന്തിമ പ്രവാചകനാണ് എന്ത് ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആനും അതുപോലെ തന്നെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന്, ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് വന്ന്, ഹിജ്റ മക്കയിൽ നിന്നും മദീനയിലെത്തി. മദീനയിലെത്തിയ സമയത്ത് അവരിൽ നിന്ന് ജൂതനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. മദീനയിൽ ജൂതനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ഒരാൾ, പേര് നമുക്ക് പറയാം. അവര് സ്വാഭാവികമായിട്ടും മുൻ വേദങ്ങളിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്.
ആ പ്രവാചകൻ തന്നെയാണോ ഇത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മദീനയിൽ തേടി നടക്കുകയാണ്. ആ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പം ആ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം കടന്നു വന്ന് അവർ പറയുന്ന ഒന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ആ പ്രവാചകന്റെ വായിൽ നിന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളത് യാ അയ്യുഹന്നാസ്, ജനങ്ങൾ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ടാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണം, എല്ലാവർക്കും സമാധാനം നേരണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് അല്ലേ. മറ്റൊരാൾ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ അല്ലെ. എന്ത് നല്ല സുന്ദര. രാവിലെ ഇങ്ങനെ അങ്ങേയറ്റത്തെ പ്രശ്നം പ്രയാസമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്ന ആളോട് പറയാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സലാം ഉണ്ടാവട്ടെ. എത്ര സുന്ദര. ആ നേരത്ത് നിങ്ങൾക്ക് ഒരു നല്ല പ്രഭാതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രഭാതം. പിന്നെ എനിക്കല്ലേ ഇന്ന് വരെ ഒന്ന് കച്ചറി നായാട്ടുണ്ടാക്കിയിട്ട് ഇറങ്ങി പോകുന്നത് അല്ലേ, മനസ്സുണ്ടാവില്ലേ? പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അഭിസംബോധന രീതി നോക്കിയാണ്. എത്ര സന്തോഷമാണെങ്കിലും എത്ര പ്രയാസത്തിലാണെങ്കിലും എന്ത് ചെയ്യും? സലാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. എത്ര സുന്ദരമായിട്ടുള്ള അഭിസംബോധന. അപ്പൊ നമ്മൾ പറയാണ്, അവിടെ ജുദനായിരുന്ന അന്ന് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു സലാം എന്നും പറയപ്പെടുന്നുണ്ട്. ആ പേര് രണ്ട് രൂപത്തിലും ഉണ്ട്. അപ്പൊ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ കേട്ടോ. ആദ്യമായിട്ട് ഈ പ്രവാചകനിൽ നിന്ന് കേട്ട വാക്കുകൾ പറയാ അഫ്ഷുസ്സലാം വഅത്ഇമുത് തആം. രണ്ടാമതായിട്ട് ചേർത്ത് പറയാ വഅത്ഇമുത് തആം, ഭക്ഷണം കഴിപ്പിക്ക്. കുറേ ആളുകൾ വിശന്നൊട്ടിയവരുണ്ടാകും, ഭക്ഷണത്തിന് യാതൊരു രൂപത്തിലും അവസരമില്ലാത്തവരുണ്ടാകും. എന്ത് ചെയ്യണം? അവരെ തീറ്റിക്കണം, അവർക്ക് ഭക്ഷണം നൽകണം. ആ പ്രവാചകൻ രണ്ടാമതായിട്ട്, ഒന്നാമത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം കിട്ടണം എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു വലിയത്. രണ്ടാമത് അത്ഇമുത്തലാം അത്ഇമുത്തആം വസിലുൽ അർഹാം. മൂന്നാമതായിട്ട് ചേർത്ത് പറയാണ് വസിലുൽ അർഹാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കണം. കുടുംബ ബന്ധങ്ങൾ ചേർക്കണം, കുടുംബ ബന്ധങ്ങൾ മുറിക്കരുത് എന്ന്. ബന്ധങ്ങൾ ഏറ്റവും ചേർത്ത് കൂർത്തിണക്കി കൊണ്ടുപോകണം. മാത്രല്ല വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, രാത്രിയിൽ എല്ലാവരും ഇങ്ങനെ കിടന്നിറങ്ങുമ്പോൾ ആ റബ്ബിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുക? സമാധാനത്തോടു കൂടിയിട്ട് സ്വർഗത്ത് പ്രവേശിക്കുക. ആ ജൂതനായിരുന്ന ആ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബ്നു സലാം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒക്കെ പ്രവാചകന്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് അല്ലെ. ആദ്യം കേട്ടതിൽ രണ്ടാമതായിട്ട് പറഞ്ഞതാണ് അത്ഇമുത് തആം. നിങ്ങൾ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവർക്ക് നിങ്ങൾ നൽകണം. ഈ ഭക്ഷണം നൽകുക എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജാഹിലിയ കാലഘട്ടം എന്ന് പറയലുണ്ട് അല്ലേ. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തിന്മകളും ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ ആ കാലഘട്ടത്തിൽ പോലും വിശന്നൊട്ടിയവൻ്റെ വയറിന് അവരുടെ ആ പ്രയാസത്തിന് പരിഹാരം കാണുക എന്ന മാർഗം ഉണ്ടായിരുന്നു എന്നാണ് ജാഹിലിയ കാലഘട്ടത്തിലുണ്ട്. അബ്ദുല്ലാഹിബ്നു ജദആൻ അതുപോലെ ചെയ്യാറുണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഹാത്തിമുത് തായി ഒരു ക്രൈസ്തവ പണ്ഡിതനാണ്. ഇവർക്ക് ഇതേപോലെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വയറൊട്ടിയ അല്ലെങ്കിൽ അങ്ങേയറ്റം സാമ്പത്തികമായി അല്ലെങ്കിൽ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടിരുന്ന ഒരു പ്രവാചകനായിരുന്നു. മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, ഒരു മദീനയിൽ ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ മദീനയ്ക്ക് ഇങ്ങനെ കയറി വരാം. വിശന്ന് വയറൊട്ടിയവരായിട്ട് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു പരിചയം ആർക്കുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കയറി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തെന്താരോ, നമ്മളെന്താ ചെയ്യുക? നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ ആരാണ്, എവിടുന്നാണ്, എന്താണ് അല്ലേ ചോദിച്ചതാക്കും. എന്നാൽ റസൂലുള്ളാഹി ഒന്നുമല്ല ചെയ്ത്. റസൂലുള്ളാഹി നേരെ കയറി മിമ്പർമേൽ കയറിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഇവിടെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ നിങ്ങൾ സഹായിക്കണം, അങ്ങനെയുള്ളവർ നിങ്ങൾ സഹായിക്കണം എന്നുള്ള പ്രഖ്യാപനം ആ മിമ്പറിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുക. പിന്നെ കാണുന്നത് എന്താ വെച്ചെങ്കിൽ സ്വഹാബാക്കൾ 4 ഭാഗത്തും പോകുന്നതാണ്. സ്വഹാബാക്കൾ 4 ഭാഗത്തേക്കും പോയി അവരുടെ വീടുകളിൽ നിന്നുള്ള സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ എന്താണുള്ളതെന്ന് വെച്ചെങ്കിൽ അതുകൊണ്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കൂമ്പാരായിരുന്നു. അതായത് കയറി വന്ന ഒരു കൂട്ടം അങ്ങേയറ്റം വിശന്ന് വിളറി വെളുത്തവരായിട്ടുള്ള ആളുകളോട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ എങ്ങനെയെന്നൊന്നും ചോദിക്കാതെ ആദ്യം അവരുടെ പ്രയാസത്തിന് പരിഹാരം കാണാനാണ്. എന്നിട്ട് മുന്നിൽ ഇങ്ങനതൊക്കെ ഇങ്ങനെ കണ്ട സമയത്താണ് റസൂലുള്ളാഹിൻ്റെ മുഖം ഒന്ന് പ്രകാശിച്ചതെന്ന്. അത്രയും പ്രയാസമായിരുന്നു എന്ന്. അതായത് പ്രയാസപ്പെടുന്നവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല രൂപത്തിൽ അവരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രയാസങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്. ഈ ഖുർആനിലുള്ള ഈ ആയത്തുകളുടെ കൃത്യമായ പ്രതിഫലനായിരുന്നു വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അല്ലേ, മിസ്കീങ്ങളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ മിസ്കീനും ഫക്കീറും നമ്മൾ വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഓർമ്മ ഉണ്ടോ? ആരാ പറയാ? എന്താ ഫക്കീറും മിസ്കീനും തമ്മിലുള്ള സക്കാത്തിന്റെ അവകാശികൾ? ഒന്ന് ഫക്കീറാണ്, രണ്ടാമത്തെ മിസ്കീനാണ്. രണ്ട് നമ്മൾ വ്യത്യാസം എന്തായിരുന്നു? രണ്ടും കഴിയൂല, രണ്ടാൾക്കാർക്കും കഴിയൂല. മിസ്കീനാകട്ടെ ഫക്കീറാകട്ടെ എന്ത് ചെയ്യൂല? അവരുടെ കിട്ടിയിട്ടുള്ള വരുമാനം അവരുടെ ചെലവുകൾക്ക് പര്യാപ്തമല്ല. രണ്ടാൾക്കാരുമാണ്. യെസ്, ബറക്കല്ലാഹു ഫീക്. എന്താ പ്രധാനമായിട്ടുള്ള വ്യത്യാസം? മിസ്കീനാണോ അറിയില്ല, നമ്മൾ കണ്ടെത്തന്നെ വേണം. മിസ്കീനെ കണ്ടെത്തന്നെ വേണം. മിസ്കീനാണ് എന്നുള്ളത് അവരുടെ വേഷഭൂഷാദികളിലോ മറ്റുള്ളവർക്കിടയിലുള്ള അവരുടെ ഇടപെടലുകളിലോ എന്ത് ചെയ്യില്ല, തിരിച്ചറിയാൻ കഴിയില്ല. എന്നാ ഫക്കീറാണെങ്കിലോ ഒരു മനസ്സിലാവും, പറയും ചിലപ്പോൾ വെയ്യട്ടോ ഒന്ന് കുറേ കാലം തിന്നെങ്കിലും ഒന്ന് തിന്നിട്ട്. പക്ഷേ അത് മിസ്കീനാണെങ്കിൽ പറയില്ല. അവരെ കണ്ടെത്തിയിട്ട് കൊടുക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്ന മറ്റൊന്നാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു ഗ്രാമീണ അറബി കടന്നു വരുന്നുണ്ട്. ഗ്രാമീണനായിട്ടുള്ളൊരു അറബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ സാധ്യമായ ഒരു പ്രവർത്തനം എനിക്ക് പഠിപ്പിച്ചു തരണം. സ്വർഗത്തിൽ പോകാൻ, കാരണം എല്ലാവരും ലക്ഷ്യം നേരത്തെ ഇവിടെ പറഞ്ഞു അല്ലേ, ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. എല്ലാവരും ലക്ഷ്യത നരകത്തിൽ നിന്ന് കഴിച്ചിലാവണം, സ്വർഗത്തിൽ പോകണം. അപ്പോൾ ഒരു ഗ്രാമീണ അറബി വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗം ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നാമതായിട്ട് നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ ആദ്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിച്ച വാക്കുകൾ വളരെ കുറവാണ്, ചോദ്യത്തിലുള്ള വാക്കുകളുടെ എണ്ണം കുറവാണ്. സ്വർഗത്ത് പോകാനുള്ള മാർഗം പറഞ്ഞുതരാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഉത്തരം കുറേ ഉണ്ട്, അതിൻ്റെ ഉത്തരം ഒരുപാടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അടിമയെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ മോചിപ്പിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറയുന്നുണ്ട്, ഇതിനൊന്നും നിങ്ങൾക്ക് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്വർഗത്ത് പോവാം. അപ്പൊ സ്വർഗത്ത് പോകാൻ കാരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഏത്? വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടും ഖുർആനിൽ പലയിടങ്ങളിൽ ഇതിൻ്റെ ലക്ഷ്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നരകത്തിൽ വലിച്ചിടാനുണ്ടായ കാരണം എന്തെന്ന് ചോദിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഹാഖയിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷക്കാരായേ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഹാഖ 33, 34 ആയത്തുകളിലൂടെ പറയാം. ചില ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് കാരണക്കാരായതെന്ന് പറയേണ്ടത്. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. അവരെന്ത് ചെയ്യായിരുന്നു? അവര് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസം ശരിക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടാമതായിട്ട് പറയാണ്, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അവർ മിസ്കീനുകളുടെ, അഗതികളുടെ ഭക്ഷണ കാര്യത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല? പ്രോത്സാഹനം നൽകിയില്ല. നമ്മൾ ഖുർആൻ്റെ ആയത്തുകളിലൂടെ ഇട്ടോ പോകുന്നത്, ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണട്ടോ. നമ്മൾ അടുത്തുള്ള ആളിങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒന്ന് തോണ്ടു വെക്കുക, ഉറങ്ങില്ലല്ലോ എന്ന് ഉറപ്പിരുത്തുക. ഞാൻ വിളിച്ചറിയണ്ട അല്ലേ? നമ്മളടുത്തുള്ളവരൊന്ന്, കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ? എല്ലാവരും സ്വർഗത്ത് പോകണമെന്നാ അല്ലേ? അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതിൽ സ്വർഗത്ത് പോകണ്ടെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? അതവിടെ അറിയാതെ കൈ മുക്കി. ഞാൻ സ്വർഗത്ത് പോകണമെന്ന് താല്പര്യമുള്ളതെന്ന് പറഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട് കൈ ഇങ്ങനെ പൊന്തി തുടങ്ങി. പക്ഷെ താല്പര്യം ഇല്ലാത്തൊരു മറ്റൊരു താത്തി
അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹമല്ലേ? അത് ഒറ്റക്ക് ഇങ്ങനെ ഞാൻ മാത്രം സ്വർഗത്തിൽ അല്ലേ? അങ്ങനെ ഉണ്ടോ? ഇല്ല കേട്ടോ. അങ്ങനെ കഴിയോ? അങ്ങനെ കഴിയോ? ഒന്നുമില്ലെങ്കിൽ നമ്മളോട് നാളാ നരകത്തേക്ക് എങ്ങാനും ഒരു പോകേണ്ടി വന്നാൽ ഞാൻ അത് വിലാസമന്ത്രി കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചോദിക്കൂലേ എൻ്റെ തൊട്ടടുത്ത് ഞാനില്ലേനോ? ചോദിക്കൂലേ എൻ്റെ തൊട്ടടുത്ത് ഞാനില്ലേനോ? അവിടുന്ന് ഇങ്ങനെ ഖുർആന്റെ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു തരുമ്പോൾ ഇന്നെ ഒന്ന് തട്ടി വിളിച്ചുകൂടേനെന്ന് ചോദിച്ചാൽ പോയില്ലേ? പോയോ? പോയി. നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഖുർആന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാക്ക് പറയണോ? എൻ്റെ വാക്കാണ് ഞാൻ പറയണേ? അല്ലല്ലോ. എൻ്റെ വായിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ കുറച്ച് കാര്യങ്ങൾ പഠിച്ചത് ഖുർആന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു തരിക. കുറച്ച് എൻ്റെ വക സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഷ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം അല്ലേ? അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് വെച്ചെങ്കിൽ വെല്ലൊന്നും ഇങ്ങനെ എണീറ്റ്, ആരും കാണണ്ട, വെല്ലൊന്നും ഇങ്ങനെ എണീറ്റിട്ട് എന്ത് ചെയ്തോളി, ഒന്ന് മുഖമൊന്നും ഇങ്ങനെ കേൾക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തോളി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകരുത്. അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പലയിടങ്ങളിൽ ഓർമ്മപ്പെടുത്തി ഒന്ന് അതേപോലെ എന്ത് വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരായത്തുണ്ട്, സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ അറിയില്ലേ? ഏതാ സൂറത്തിൻ്റെ തുടക്കം? വൽ ഫജ്ർ അല്ലേ? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതിൽ നമ്മൾ ക്ലാസ്സിന് പോകാത്ത മക്കളുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. അതേപോലെ മൊബൈൽ ഫോണൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ കണ്ടിട്ടുണ്ടാവും, ആരും അറിയണ്ട, വെല്ലെടുത്ത് ചെക്കി. ആരെങ്കിലും മൊബൈൽ ഫോണിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെയുണ്ട്. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ പ്രത്യേകതയാണ്, അതിലിങ്ങനെ ഇതായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളതെന്ന് ചിലപ്പോൾ അറിയില്ല. അപ്പോൾ അത് പൊതുവെ പറയാനുണ്ട്, ഇന്നത്തെ കാലത്ത് കള്ളന്മാർക്ക് എളുപ്പമാണ് അല്ലേ? ഇന്നത്തെ കാലത്ത് കള്ളന്മാർക്ക് ഭയങ്കര എളുപ്പം. കാരണം എന്താ? ഒരു മൊബൈലാണോ നോക്കിയാൽ മതി, മൊബൈലാണോ മാത്രം നോക്കിയാൽ മതി, അപ്പുറത്തുള്ള ഒക്കെ എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് എടുത്തു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ വല്ല പണിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് മാറ്റി വെക്കുക ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പേരെടുത്ത് പറയുന്ന അവസ്ഥ ഉണ്ടാവും അല്ലെ? നേരെ ഒരു പച്ചത്തട്ടം ചുവപ്പ് തട്ടം എന്ന് പറയണ്ട ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്ർ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ. ആക്ഷേപത്തിന് വിധേയരാവുന്നവരെ കുറിച്ച് പറഞ്ഞാണ്. നാളെ ആക്ഷേപത്തിന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആക്ഷേപത്തിന് വിധേയരാകാൻ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. അവരെന്ത് ചെയ്തില്ല? യതീമുകൾക്ക് കൃത്യമായിട്ട് അവരെ ആദരിക്കുന്നില്ല. യതീമുകൾ ആദരിക്കുന്നില്ല. വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകിയതുമില്ല. ഇത് രണ്ട് ആക്ഷേപത്തിന് പ്രധാനം. ഇനി ഇതിന് ശേഷം ചിലത് പറയുന്നുണ്ട്. അപ്പോൾ ആക്ഷേപത്തിന് കാരണമായിട്ട് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ബലദ്, ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. മലമ്പാത നിങ്ങൾ താണ്ടിക്കിടക്കുന്നില്ല. എന്താ മലമ്പാത എന്ന് പറയാ? വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ. ഒന്നെങ്കിൽ അടിമനെ മോചിപ്പിക്കലാവും, അതല്ലെങ്കിലോ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ. വല്ലാത്തൊരു വാക്ക. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം നൽകുക. ഖുർആൻ പറഞ്ഞ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം നൽകുക എന്നുള്ളത് മലമ്പാത താണ്ടിക്കടക്കലാണെന്ന്. അത്രയും പ്രധാനപ്പെട്ട കർമ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് വീണ്ടും അടുത്ത ആയത്തിൽ പറയാണ്, മൂന്നാമതായിട്ട് ഒന്ന് അടിമയെ മോചിപ്പിക്കലാണ്, രണ്ട് പട്ടിണിയുള്ള നാളിൽ അവർക്ക് ഭക്ഷണം നൽകലാണ്. യതീമൻ ദാ മഖ്റബ. ആർക്കൊക്കെ? ഒന്നെങ്കിൽ യതീമിനാവും, അടുത്ത കുടുംബത്തിലൊക്കെ ബന്ധം അടുപ്പുള്ള യതീമുകൾക്ക്. ഔ മിസ്കീനൻ ദാ മത്റബ. മണ്ണ് പുരണ്ട മിസ്കീന്. പല രൂപത്തിൽ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒന്ന് അങ്ങേയറ്റം പട്ടിണിയുടെ അങ്ങേയറ്റെത്തിയ ആള്, അല്ലെങ്കിൽ മണ്ണ് മാത്രം സമ്പാദ്യമായിട്ടുള്ളവർ, ഒരു തൊണ്ട് ഭൂമിയുണ്ട് അത് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ആളുകൾ. അപ്പം അങ്ങനെയുള്ള മിസ്കീനുകളുടെയൊക്കെ ഭക്ഷണം നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ചറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചെയ്യുന്ന ഉണ്ടാവില്ലേ? പാവപ്പെട്ടവനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? നമ്മളിവിടെ നിൽക്കുന്നതടക്കം അൽഹംദുലില്ലാ ഒരുപാട് ആളുകളുടെ അല്ലേ ആയിരിക്കും, നമ്മളതിലേക്ക് പോകുന്നില്ല. അവരുടെ ആഗ്രഹിക്കുന്നത് എന്താ ശരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹ്ർ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കേണ്ടായത്ത പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളി. സൂറത്തുൽ ഇൻസാനിലെ 8, 9, 10
ഈ 3 ആയത്ത് പറ്റണമെങ്കിൽ ഇന്ന് തന്നെ പോയി നോക്കണം. നമ്മൾ പാരായണം ചെയ്യാം, പേടിക്കണ്ട. സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തുൽ ദഹർ, 2 രൂപത്തിൽ കാണാം. നമ്മൾ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ അല്ലേ, ആ സൂറത്ത് എല്ലാവർക്കും അറിയാൻ മതിയാവും. അത് കഴിഞ്ഞിട്ടുള്ള സൂറത്ത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പ്രസ്തവ്യമായ എന്തെങ്കിലും ഒന്ന് എന്ന് പറയാൻ കഴിയാതിരുന്ന ഒരു കാലം നിനക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ലേ? റബ്ബിൻ്റെ ചോദ്യം അല്ലേ. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, നമ്മളെപ്പോഴത്തെ വയസ്സുണ്ടല്ലോ അല്ലേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കില്ലേ? നിങ്ങളെ വയസ്സിനോട് 2 കൊല്ലം മുമ്പ് നിങ്ങളോട് ഇനി മനസ്സിലായില്ല. എനിക്കിപ്പോൾ ഒരു വയസ്സ് ഒരു 29-30 ആണെന്ന് കൂട്ടിക്കോളി. അതിലേക്കൊരു 2 കൂട്ടി, ഒരു 32 കൊല്ലം ഞാനോട് ഇനി നിങ്ങളതേമാതിരി ഒന്ന് കൂട്ടി നിങ്ങളോട് ഇനി ഓരോരുത്തർ എന്തെങ്കിലും പറയാണ്ടേ? നമ്മൾ ഇല്ല. എന്തെങ്കിലും ഒന്ന് പറയാൻ എന്ന് പറയാവുന്ന രൂപത്തിൽ പോലും ഇല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പിന്നീട് ഒരു മ്ലേച്ഛം എന്നൊക്കെ കരുതുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് നിങ്ങളെങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന്. അടുത്ത ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണതാ. പിന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന്. ഇതാണ് മനുഷ്യൻ, വളരെ നിസ്സാരൻ അല്ലേ. ഭൂമിൻ്റെയും അതുപോലെ തന്നെ ഈ മനുഷ്യന് ശരിക്ക് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ പ്രപഞ്ചത്തിൻ്റെ ആകെ 5% മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളൂ എന്നാണ് ശാസ്ത്രം പറയണം കേട്ടോ, എൻ്റെ വകയല്ല. എത്ര നമ്മളിപ്പോൾ എന്തൊക്കെ പറയാ, ഭൂമി. ഇനി മോൾക്ക് ഇങ്ങനെ പോയി നോക്കിട്ടോ, ഭൂമി വേണ്ട, നമ്മളിപ്പോൾ നിൽക്കണ ഈ പുളിക്കൽ, മലപ്പുറം ജില്ല അല്ലേ, കേരളം, ഇന്ത്യ, ലോകം വിശാലം ഉണ്ടല്ലോ അല്ലേ. നമ്മളത്ര ചെറുതാന്നും കൂടി ആലോചിക്കണം കേട്ടോ അല്ലേ. ഇന്ത്യ, ലോകം, ഇനിയോ ഞങ്ങളുടെ മോൾക്ക് കയറാം. എന്താ? സൗരയൂഥം, ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അല്ലേ. ഞങ്ങനെ മോൾക്ക് അങ്ങനെ കയറും. പിന്നെ മിൽക്കി വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യൻ എത്രത്തോളം കണ്ടെത്തിയെന്ന് പറഞ്ഞതെന്നറിയോ? 5%. ആകെ 5% മനുഷ്യൻ ഇപ്പോഴും കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി 95 കണ്ടെത്താൻ കിടക്കുന്നതാണ്. കണ്ടെത്തിയത് മനുഷ്യന്റെ വാദം. കുറച്ച് കണ്ടെത്തിയാൽ പറയും അത്രയും കണ്ടെത്തിയില്ല എന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേ, വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയാ ബിമസാബീഹ് വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ വഅഅതദ്നാ ലഹും അദാബസ് സഈർ. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് മാത്രം കേട്ടോ. ഈ ഭൂമിയോട് ചേർന്ന ആകാശത്തെയാണ് മസ്വാബീഹ് കൊണ്ട്, വിളക്കുകളെ കൊണ്ട് നാം അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളും ഈ പറഞ്ഞ ശാസ്ത്രം കണ്ടെത്തി എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ എവിടെ ഉള്ളത്? 1 ആകാശത്ത്. എത്ര ആകാശമുണ്ട്? 7. ഇനി അപ്പുറത്തേക്ക് ഇഞ്ഞും കിടക്കുകയാണെന്ന് അർത്ഥം. ആ മനുഷ്യൻ 5% കണ്ടെത്തി എന്നാണ് ശാസ്ത്രത്തിൻ്റെ പോലും വാദം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മൾ എത്ര നിസ്സാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ ഇതിലേക്ക് വരാം. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. സ്വർഗം കിട്ടുന്ന ചില ആൾക്കാരെ കുറിച്ച് പറയാം. വയുത്ഇമൂന അത്അമ, അവർ ഭക്ഷണം നൽകുന്നവരാണ്. അലാ ഹുബ്ബിഹി, ഇഷ്ടമുണ്ട് അവർക്ക് അല്ലേ, ഇഷ്ടമുണ്ട്. കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് അവനവന് വേണ്ട നല്ല സുന്ദരമായിട്ടുള്ള ഭക്ഷണം വാങ്ങാം, അവനവന് വേണ്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഹാരപാനീയങ്ങളോ അല്ലെങ്കിൽ നല്ല കാറൊന്നും കൂടി മെച്ചപ്പെടുത്താം, ജീവിത നിലവാരം ഒന്നും കൂടി ഉഷാറാക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതാണ് അതിനോട് ഇഷ്ടമുണ്ട്, സമ്പത്തിനോട് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഉണ്ടായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും? വയുത്ഇമൂന അത്അം, അവർ ഭക്ഷിപ്പിക്കും. മിസ്കീനം വയതീമൻ വഅസീറാ, ആർക്കൊക്കെ? മിസ്കീന് കൊടുക്കും, അഗതികൾക്ക് കൊടുക്കും, യതീമിന് കൊടുക്കും, അനാഥകർക്ക് കൊടുക്കും. അതുപോലെ തന്നെ വഅസീറ, തടവുകാരായിട്ടുള്ള ആളുകളൊക്കെ ഏതെങ്കിലും രൂപത്തിലൊക്കെ പ്രയാസപ്പെടുന്ന രൂപത്തിലുണ്ടാവും, അവർക്കൊക്കെ കൊടുക്കും. എന്നിട്ട് അവരുടെ മറുപടി അവർ പറയും എന്താണെന്നറിയോ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇതായിരിക്കും ഇതിന് കൊടുക്കുന്ന ആൾക്കാരൊക്കെ. ചുരുക്കം വളരെ ചിലപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, അല്ലാഹു. പക്ഷെ ഏതായാലും പൊതുവെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴുക്കുന്ന ആളുകളുടെ മുന്നിലുള്ള ലക്ഷ്യം എന്തായാലും ചെറിയ ലക്ഷ്യം തന്നെങ്കിൽ ഉണ്ടാവും. ഏത്? പടച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലിട്ടണമെന്ന് ഇല്ലേ? ഉണ്ടാവൂലേ? കാരണം ആരും അറിയാതെ കൊടുക്കണതോ, ആരും അറിയാതെ ചിലപ്പോൾ സ്വന്തം അത്യാവശ്യത്തിന് മാറ്റി വെച്ചതാവും. അപ്പോഴാ ഇപ്പുറത്ത് റമദാനിൽ ഒരു നേരത്തിന് പോലും നോമ്പെടുക്കാൻ ഇപ്പോൾ ഒരു സൗദി അറേബ്യയിലുള്ള ഒരു ലജ്നയിലുള്ള ആളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു നാട്ടിൽ നിന്നുള്ള.
ആഫ്രിക്കൻ നാടുകളിലുള്ള. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്താഴം കഴിക്കാനും നോമ്പ് തുറക്കാനും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോമ്പായിട്ട് സ്വീകരിക്കുമെന്ന്. ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിച്ചോളിട്ടോ. അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ല, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമില്ല. അങ്ങനെ അതേ രൂപത്തിൽ ഞങ്ങൾ അടുത്ത ദിവസം നോമ്പിലേക്ക് കണ്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോമ്പ് സ്വീകരിക്കുമെന്ന്. ഏതായാലും നമ്മൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരില്ല എന്ന് എൻ്റെ പ്രതീക്ഷ. എന്നാലോചിക്കാണ്, അവിടുത്തെ പണ്ഡിത സഭയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ശരിക്കും നമ്മളപ്പോൾ ഓർക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ ഇങ്ങനെ ഓരോ ഭക്ഷണത്തിനുള്ള അവസരം ഒരുപക്ഷെ നൽകപ്പെട്ടത് മറ്റു പലരും ഇതേപോലെ പ്രയാസപ്പെടുന്നവരുണ്ടാവും. അങ്ങനത്തെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് സ്വന്തം ആവശ്യം മറന്നിട്ട് ചിലർ കീശ നിർത്തിട്ട് കൊടുക്കും. ഒരു മടി ഉണ്ടാവില്ല. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിച്ചത്, നാം നിങ്ങളെ ഭക്ഷിപ്പിച്ച എന്തിനു വേണ്ടിയിട്ട് അറിയോ? അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച. രണ്ട് രൂപത്തിൽ പറയാം. ഒന്ന്, അള്ളാനെ നാളെ കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹം. സ്വർഗത്തിൽ വെച്ച് ഏറ്റവും വലുതെന്താ? അള്ളാനെ കാണലേ. അല്ലെങ്കിലോ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്. ഈ രണ്ട് രൂപത്തിൽ അതിന് അർത്ഥം നൽകാം. അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇത് നടത്തുന്ന ഷെൽട്ടർ എന്തൊക്കെ ഇതാവും പറയേണ്ടത്. നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രതിഫലോ നമ്മൾ ഉദ്ദേശിക്കില്ല. ആരെങ്കിലുമൊക്കെ ജസാക്കല്ലാഹു ഖൈർ നമ്മൾ പറയണം, നമ്മളെ ഉത്തരവാദിത്തം, അത് വേറെ. പക്ഷെ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. പലരും നമ്മൾ പലപ്പോഴും പറയേണ്ട ചില ആൾക്കാരൊക്കെ കുറിച്ച്, ഓൻ എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത, എന്നിട്ട് ഓനൊന്ന് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്തില്ലല്ലോ പറയും. ചിലപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. പടച്ചോൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷ മതി എന്നാ പറഞ്ഞേ. അങ്ങനെ പ്രതീക്ഷിച്ച് കൊടുക്കുന്നവരാണെന്നാ പറഞ്ഞേ. ഈ പാവപ്പെട്ട മിസ്കീനുകളായിട്ടുള്ള യത്തീമുകളായിട്ടുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ആളുകളെ കുറിച്ച് പറയാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമാണ്. യാതൊരു രൂപത്തിലുള്ള നന്ദിയോ ഒരു പ്രതിഫലോ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല. എന്നൊരു അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. എന്തുകൊണ്ടാണ് കൊടുക്കണത് അറിയാം? കുറച്ച് ആൾക്കാർക്ക് വീണ്ടും ഉറക്കം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഒന്നും ഇങ്ങോട്ട് ഉപയോഗിക്കാം. അപ്പോൾ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖം ചുളിച്ചു കളയുന്നതായിട്ടുള്ള ദുസ്സഹമായിട്ടുള്ള ഒരു നാളിനെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇതാണ് പലരും ഇതാണ് ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വലിയ കച്ചവട സംഘം ഇങ്ങനെ വരുന്നുണ്ട്. മക്കത്തേക്ക് ഇങ്ങനെ വരിക. നല്ല ലാഭം കിട്ടും, നല്ല ലാഭം കിട്ടും. പല ലാഭത്തിലും പല ആളുകളും എന്ത് ചെയ്ത് വില പേശിക്കൊണ്ടിരുന്നു ഉസ്മാനോട്. കാരണം വലിയൊരു കച്ചവട സംഘം, വിറ്റ് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? ഇതിനേക്കാളൊക്കെ വലിയൊരു ലാഭം എനിക്ക് വേറൊരാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ? അല്ലാഹ്. എന്നിട്ട് എന്ത് ചെയ്ത് പാവങ്ങൾക്കിടയിൽ കണ്ടത് വിതരണം ചെയ്ത്. ആലോചിക്ക്. ഇതാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇതാണ് ഓരോരുത്തരും നാളെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഒരു പ്രയാസങ്ങളും ഇല്ലാതെ എന്ത് ചെയ്യണം? എത്തിപ്പെടാൻ കഴിയണം. അതുകൊണ്ടാണ് സക്കാത്ത് പോലും നൽകുന്നിടത്ത് നമുക്കൊരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സൈനബ് റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ. വീട് എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം കേട്ടോ. ശരിക്കും നമ്മളെ ഇന്നത്തെ മാതിരത്തെ ഒരുപാട് റൂമുള്ള സുന്ദരമായ വീടുകളൊന്നല്ല റസൂലുള്ളാഹിൻ്റെ ഹുജ്റത്തുകളാണ്. ഹുജ്റത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാര്യമാർക്ക് താമസിക്കാനുള്ള കുഞ്ഞു കുഞ്ഞ് ഓരോ റൂം. അതിലെന്നെ എല്ലാം ഉണ്ടാവും. ഒക്കെ ഒന്നിൽ തന്നെ. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ ഹുജ്റത്തിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ വേറൊരു സ്ത്രീയും കാണുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച്, മഖ്സദ് എന്താ, ലക്ഷ്യം എന്താ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ്, എൻ്റെ കീഴിൽ കുറച്ച് പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, വീട്ടിൽ കുറച്ച് യത്തീമുകളും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞാനിനി ഇതിൻ്റെ പുറമെ സക്കാത്ത് കൊടുക്കേണ്ടി വരുമോയെന്ന് ചോദിക്കാൻ വന്ന. അപ്പോൾ സൈനബ് റളിയല്ലാഹുവിൻ്റെ സംശയം ഇതേ കാര്യമാണ്. കാരണം സൈനബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പ്രയാസമുള്ള ഒരാൾ തന്നെയാണ്.
അപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ വേറെ കുറേ യത്തീമായിട്ടുള്ള മക്കളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമെ ഞാൻ ഇനി സക്കാത്തും കൊടുക്കേണ്ടി വരുമോയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി വന്നത്. ബിലാൽ റളിയല്ലാഹുവിനോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാരണം പറഞ്ഞ്. അപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു കൊടുത്ത മറുപടി എന്താ അറിയോ? നിനക്കത് മതി എന്നുള്ള, അത് കൊടുത്താൽ മതി. മാത്രമല്ല അതോടൊപ്പം ചേർത്ത് പറഞ്ഞ് ലഹുമാ അജ്റാൻ, അവർക്ക് രണ്ടുപേർക്കും അവർക്ക് 2 പ്രതിഫലം ഉണ്ടെന്ന് പറയണം. 2 പ്രതിഫലം ഉണ്ട് അവർക്ക്. ഒന്നേതാന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്റുൽ ഖറാബ, ബന്ധം ചേർത്ത് കുടുംബ ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനുള്ള പ്രതിഫലം അവർക്കുണ്ട്. മാത്രല്ല സ്വദഖയുടെ പ്രതിഫലം അവർക്കുണ്ട്. സക്കാത്ത് പോലുള്ളതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട്. അപ്പം വേറൊരു സക്കാത്ത് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സക്കാത്തിൻ്റെ അർഹരായ യത്തീമും ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് പോലും പിന്നൊരു സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ യത്തീം എപ്പോഴും സക്കാത്തിൻ്റെ അവകാശം ആയിക്കൊള്ളുന്നില്ല കേട്ടോ. ഞങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ചിലപ്പോൾ നല്ല സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയുള്ള ആളുകൾ മരണപ്പെട്ടിട്ട് മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല സമ്പത്തുള്ളവരായിട്ട് ചിലപ്പോൾ മാറണൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ള ഒരു ആശയം കൂടി പഠിപ്പിച്ചു എന്ന് മാത്രം, മനസ്സിലാക്കി തന്നെന്ന് മാത്രം. അപ്പോൾ നമ്മളിനി ആയത്തിലേക്ക് തന്നെ തിരികെ വരാം. സൂറത്തുൽ മാഊനിലെ നമ്മൾ എത്തിയ ആയത്തുകൾ. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. എന്തായിരുന്നു അർത്ഥം? എല്ലാവരും ഒന്ന് പറയും. കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് സ്വാഭാവികമാണ്. എന്തായാലും ഖുർആൻ്റെ പഠനമാണ്. ഒരാൾ വെറുതെക്കൂല, അയാളെ കൂട്ടാളികളും വെറുതെക്കൂല. ആരാ? അതാണ് അല്ലേ? പിശാചിൻ്റെ കൂട്ടാളികൾ ദീന് പഠിക്കാനാണ് നിൽക്കണത്, ഖുർആൻ പഠിക്കാനാണ് നിൽക്കണത്. വെറുതെ നിൽക്കുമോ? ഇല്ല. കാരണം എങ്ങാനും നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും അക്ഷരം കിട്ടിയിട്ട് എന്തെങ്കിലും 1 or 2 കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാലോ ഏറ്റവും വലിയ ദേശീയർക്കാ. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിച്ചോളി. അപ്പോൾ തൊട്ടടുത്ത് ഇബ്ലീസിൻ്റെ പണി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും ഇങ്ങോട്ട് ഇതാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാരണം അങ്ങനെ എന്താ വെച്ചാൽ ഈ പൊതുവെ ഈ ഉറക്കം, വെള്ളത്തിനുള്ള ദാഹം, മൂത്രയ്ക്കാൻ മുട്ടൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്തുള്ളവരുണ്ടാകുമ്പോൾ നമുക്കും കൂടി ഉണ്ടാവും അല്ലേ? പലപ്പോഴും ഉണ്ടാണ്. ഒരു വെള്ളക്കുപ്പി തീ കൂടെ ഇപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആവശ്യക്കാർ കുറേ ഉണ്ടാവില്ലേ? ഉറപ്പുണ്ടാവും. ഒരാളൊന്ന് പുറത്ത് പോയി ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ ദൈവം വരും. നമ്മളെ കുട്ടികളുടെ ഇടയിലൊക്കെ പൊതുവേ കാണുള്ളതാണ്. ഒന്ന് മുദ്രിക്കാൻ പോയിട്ട് വയ്ക്കും, തൊട്ടപ്പുറത്ത് അടുത്ത സർ ഞാനും ബെസ്താ ഞാനും അല്ലേ? നമ്മൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കുക. പല രൂപത്തിലുള്ള പണി പിശാച് എടുക്കും, നമ്മൾ അതിനേക്കാളും വലിയ പണി എടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണെന്ത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പ്രതിഫല നടപടിയെ വ്യാജമാക്കുന്നവനെ അല്ലെങ്കിൽ മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ? എന്നിട്ട് അവരെ കുറിച്ച് പറയാണ് ഫദാലികല്ലദീ യദുഉൽ യതീം, അനാഥയെ തള്ളിക്കളയുന്നവരാണ് അവർ, ആട്ടിയകറ്റുന്നവരാണ് അവർ. മാത്രല്ല വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവരുമാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാട്ടോ, ഇനി നമ്മളൊക്കെ ശ്രദ്ധിച്ചോളി, ശരിക്കും ശ്രദ്ധിച്ചോളി. അടുത്ത ആയത്തിൽ ചില ആൾക്കാർ ഇതിനെ വളച്ചൊടിച്ച ആയത്തുകളുണ്ട്, അത് വേറെ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൻ, അപ്പോൾ വൈലാണ്. എന്താ വൈല്? നാശാണ്. വേറൊരു അർത്ഥം കൂടി നമ്മൾ മുമ്പ് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു എൻ്റെ ഓർമ്മ. വയലിന് മറ്റൊന്നും കൂടി എന്താണ്? ആരോ പറയുന്നുണ്ട്. താഴ്വര. എവിടുത്തെ താഴ്വര? നമ്മളിവിടുത്തെ ആണോ? എവിടെ? നരകത്തെ അല്ലേ? നമുക്ക് വരാം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ് വൈല്, നാശം. എങ്ങനെയുള്ള നിസ്കാരക്കാരാന്നും കൂടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ പണ്ടൊരു കവി പാടിയ മാതിരിയാവും. ഒരു കവി പാടി നിങ്ങളെല്ലാവരും എന്ത് ചെയ്തോളി, നിങ്ങൾ കള്ള് ഷാപ്പ് പോയിക്കോളി, പള്ളിക്കാരും പോണ്ട, പള്ളിക്കാരും പോകണ്ട. കാരണം ഖുർആനിൽ ആയത്തുള്ളത് നിസ്കാരക്കാർക്ക് നാശം എന്നാണ്. കള്ളുടിക്കാൻ പോകുന്നവർക്ക് നാശം എന്ന് ഖുർആനിൽ ആയത്തില്ല എന്ന്. അടുത്ത ആയത്ത് ശ്രദ്ധിക്കണോ? അതാണ് പ്രശ്നം. ഒരു കവി പാടിയിട്ടുണ്ട്, ഞാൻ എൻ്റെ വക പറഞ്ഞല്ല കേട്ടോ, പാടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, ആയത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുക്കും, അല്ലെങ്കിൽ അടുത്ത ആയത്ത് നോക്കൂല, അതിൻ്റെ ബാക്കി നോക്കൂല, മുന്നും നോക്കൂല, മുറിച്ച് ഇങ്ങോട്ട് എടുക്കും, അല്ലെങ്കിൽ അർത്ഥം പറയും, വിശദീകരിക്കും. അത് പറ്റുമോ? ഇല്ല. നമ്മൾ സാന്ദർഭികമായിട്ടും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ള നിസ്കാരക്കാരാ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരെന്താണ്? അല്ലദീന, ആ ഒരു കൂട്ടർ എങ്ങനെയുള്ളവരാ? ഹും, അവരാണ്. അൻ സ്വലാത്തിഹിം, എന്താണ്? അവരുടെ നമസ്കാരത്തെപ്പറ്റി. നിസ്കാരത്തിലാണോ? ഫീ സ്വലാത്തിഹിം എന്നാണോ? അല്ല, അൻ സ്വലാത്തിഹിം, നമസ്കാരത്തെ പറ്റി.
അപ്പോൾ സാഹൂൻ എങ്ങനെയുള്ളവരാ? ഗോഫിലൂൻ, അശ്രദ്ധര. നമസ്കാരത്തെ പറ്റി അശ്രദ്ധരായിട്ടുള്ള നമസ്കാരക്കാർക്ക് നാശം. ഇനി അടുത്തും പറയുന്നുണ്ട്, അടുത്ത ആയത്തിൽ ഇതിന്റെ ബാക്കി തന്നെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫവൈലുൻ, അവർക്ക് എന്തുണ്ട്? വൈലുണ്ട്. അപ്പൊ വൈല് എന്ന് പറയുമ്പോൾ 2 രൂപത്തിലാണ് ഇതിന് വിശദീകരണം നൽകപ്പെട്ടിട്ട്. നമ്മൾ ഒന്ന് പറഞ്ഞു നാശമാണ് എന്ന്, നാശമാണ്. രണ്ടാമത്തതോ വാദിൻ ഫി ജഹന്നം, നരകത്തിൽ ഒരു താഴ്വര അവർക്കുണ്ട്. അപ്പൊ നരകത്തിൽ എന്തുണ്ട്? താഴ്വരണ്ട്, കയറ്റുണ്ട്, കയറ്റുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സഉർഹിഖുഹു സഊദ, സഊദ്, സഊദ് എന്ന നരകത്തിലുള്ള കയറ്റ. സൂറത്തുൽ മുദ്ദസിറിൽ ആ കയറ്റം കയറാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നിർബന്ധിക്കുമെന്ന് പറയുന്നുണ്ട്. വലിദുബ്നു മുഗീറയുമായി ബന്ധപ്പെട്ട ചില ചരിത്ര രംഗങ്ങൾ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം അവർക്ക് എന്തുണ്ട്? ഈ താഴ്വരയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു അവിശ്വാസി 40 വർഷം അതിൽ വീണ് കിടക്കുന്ന, അതിനുശേഷം നരകത്തിലേക്ക് അതിൻ്റെ ആഴിയിൽ പതിക്കുക. 40 വർഷം ആ താഴ്വരയിൽ വീണ് കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫവൈലുൽ ലിൽ മുസല്ലി, നമസ്കാരക്കാർക്ക് നാശമാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നാസിർ സഅദി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട് അൽ മുൽതസിമീന ലിൽ ഇഖാമത്തി സ്വലാ, നമസ്കാരം നിലനിർത്തുന്നതിൽ നിർബന്ധം കാണിക്കാത്തവരാണ് അവർ. മനസ്സിലാക്കിയോളൂ ആരൊക്കെയാണ് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നതിനെ കുറിച്ച് പറയാം. നമസ്കാരം നിർവഹിക്കുന്നത്, അത് നിലനിർത്തുന്നതിൽ നിർബന്ധം കാണിക്കാത്തവർ. അതുപോലെ തന്നെ നമസ്കാരം പാഴാക്കുന്നവർ, മുദയ്യിഊന ലഹ എന്ന് പറഞ്ഞ് നമസ്കാരം പാഴാക്കുന്നവരായിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ നമസ്കാരത്തിന് അതിന് കൃത്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാത്ത ആൾക്കാർ, സമയനിഷ്ഠ കൃത്യമായിട്ട് പാലിക്കാത്ത ആളുകൾ. അതുപോലെ തന്നെ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ ഇല്ലാത്ത ആൾക്കാർ. നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തുണ്ട്? ഷർത്തുണ്ട് അല്ലേ, ചില റുക്കിനുകളുണ്ട്. അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാതെ നമസ്കാരത്തെ കൊണ്ടുപോകുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ചാണ് എന്ത് ചെയ്തത്? ഫവൈലുല്ലിൽ മുസല്ലി, നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറഞ്ഞത്. അപ്പം നമസ്കാരത്തെ തൊട്ട് മറവി ചിലപ്പോൾ ഉണ്ടാവും ഇല്ലേ? നമസ്കാരത്തിൽ ഇപ്പോൾ മറവി സംഭവിക്കൂലേ? സംഭവിക്കാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പക്ഷെ എന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചക സ്വലം ഒരിക്കൽ ഒരു 4 റക്അത്ത് ളുഹർ അസ്ർ പരുവത്തിലുണ്ട്. ഇത് നമസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്ത്? പുറത്ത് പോയിരുന്ന് നിസ്കാരം കഴിഞ്ഞിരുന്ന്. അപ്പോൾ അബൂബക്കർ ഉമറൊക്കെ ഉണ്ട് ആ സദസ്സിൽ, ആ നിസ്കാരത്തിൻ്റെ ഇതിൽ. അവർക്ക് ചോദിക്കാൻ ഒരു പേടി, ഇനിയിപ്പോൾ നിസ്കാരം ചുരുക്കിയിട്ടാണോ എന്ന് വിചാരിച്ചിട്ട്. 2 റക്അത്ത് 3 റക്അത്ത് നിസ്കരിച്ചിട്ടാണ്, 4 റക്അത്തുള്ള ഇത് 3 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നിസ്കാരം ചുരുക്കിയതായിട്ടാണോ എന്നൊരു സംശയം. പക്ഷെ അതിലുള്ള ഒരു സ്വഹാബി, ഒരു സാധാരണക്കാരനാണ്, മൂപ്പർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. നേരെ പോയിട്ട് റസൂലുള്ളാഹിനെ ചോദിച്ചു, അല്ല റസൂലേ, നിസ്കാരം ചുരുക്കിയതാണോ അല്ലെങ്കിൽ നിങ്ങൾ മറന്നാണോ ചോദിച്ചു. അപ്പോൾ സ്വഹാബികളെ കുറിച്ച് ഞാൻ അത്ര നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? മറന്നാണ് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ചില മറവികൾ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അറിയാം? എന്തിനു വേണ്ടിയിട്ടാ? നമ്മക്ക് പഠിക്കാനേ. റസൂലുള്ളാഹിക്ക് അങ്ങനെ നിസ്കാരത്തിൽ അശ്രദ്ധയിൽ സംഭവിക്കുന്നതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മറപ്പിക്കുന്ന ചിലതൊക്കെ. എന്തിനു വേണ്ടിയിട്ടാ അല്ലേ? എന്നാണ് ലൈലത്തുൽ ഖദർ? എന്നാ ലൈലത്തുൽ ഖദർ? അവസാനത്തെ 10 ഒറ്റ രാവിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളി എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു രാവ് പറഞ്ഞോ? ഇല്ല. റസൂലുള്ളാഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറപ്പിച്ചുകൊണ്ട് കൊടുത്ത്. അങ്ങനെ അന്ന് മാത്രം അല്ലേ? ചില ആൾക്കാർ റമദാൻ്റെ എസ്പിക്കാരുണ്ടാവും കേട്ടോ, അതും പറ്റൂല. റമദാന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകം, ഓർക്ക് റമദാൻ ഉപകരിച്ചോളണമെന്നില്ല. ആർക്ക് റമദാൻ ഉപകരിക്കുക? റമദാൻ വരാനുണ്ട്, നന്മകളിൽ മുന്നേറണം, ഒരുപാട് അമലുകൾ ചെയ്യണം, ഖുർആന് പാരായണവുമായി കൂടുതൽ ഖുർആനുമായിട്ട് ബന്ധം പുതുക്കണം എന്നൊക്കെ ചിന്തിച്ച് റമദാനിനെ കാത്തിരുന്ന് ആ റമദാനിലെ അമലുകളുമായി മുന്നേറുന്നവർക്ക് റമദാൻ എന്ത് ചെയ്യുള്ളൂ? ഉപകരിക്കുള്ളൂ. മറ്റേ ആൾക്കാർക്ക് റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ? 1 മാസം തൊപ്പി, ബാക്കിയുള്ള മാസം ഞാൻ പറയില്ല കുപ്പി എന്നൊക്കെയാണ് പിന്നെ ചില ആൾക്കാർ പറയല് അല്ലേ? ആ വിഭാഗത്തിന് എന്ത് ചെയ്യില്ല? റമദാൻ ഉപകരിക്കൂല. 1 മാസം മാത്രം ഇതായി സ്വാഭാവികമായിട്ടൊക്കെ തിരിച്ചു പോരുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ദുല്യതയിൽ നിന്നിട്ടുള്ള ഈ സ്വഹാബി എന്ത് ചെയ്തു? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തി കൊടുക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ, മറവി നിസ്കാരത്തിൽ സംഭവിച്ചാൽ അതിനെന്ത് ചെയ്യുക? സഹവിൻ്റെ സുജൂദ് ചെയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു.
ഇനി എന്തൊക്കെ മറന്നാലും എന്നല്ല നമ്മൾ നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വരാം. അപ്പൊ നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരത്തിന്റെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരാണെന്ത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. അപ്പൊ അതിന് ചില ഷർത്തുകളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്ക് പറഞ്ഞു പോവാം അല്ലെ. ഷർത്തുകൾ, നമസ്കാരത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെ? പ്രധാനമായിട്ട് 9 ഷർത്തുകൾ. എല്ലാവരും ഒന്ന് എണീറ്റുന്നേ. ഇവിടെയൊക്കെ ചില ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാട്ടോ, നല്ല പ്രയാസമുള്ള ആൾക്കാർ എണീക്കണമെന്നില്ല കേട്ടോ. നമുക്കൊന്ന് ഓതിയിട്ടിരിക്കാം നമ്മൾ ഈ പഠിച്ച ഈ ആയത്തുകൾ. ആയത്തിന്റെ അർത്ഥം മനസ്സിൽ വരണം കേട്ടോ. എല്ലാവരും ഒന്ന് കൂടെ ഓതുക. കൂടെയാണോ ശേഷമാണോ? എന്നാ എൻ്റെ കൂടെ എത്തിക്കൂടി ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോ അർത്ഥം പറഞ്ഞ ആയത്തുകളൊന്ന് പറ്റ എണീറ്റിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇരിക്കട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്ന് കൂടെ ഓതാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون. ഇത്ര മതി. നമ്മൾ ഇതുവരെ വിശദീകരിച്ചേ. ചില ആൾക്കാർ ബാക്കി ഓതുണ്ടോന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തുടങ്ങിയത് നമ്മൾ വിശദീകരിച്ച ഭാഗം ഓതാ അറിഞ്ഞിട്ടാണ്. ഓക്കെ, ഇരിക്കാം ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമസ്കാരം സ്വീകരിക്കണം. കാരണം നമ്മൾ ഏറ്റവും ഗൗരവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇതാക്കിയത്. കാരണം നമ്മളൊക്കെ നിസ്കരിക്കാറുള്ളവരാ, അൽഹംദുലില്ലാഹ്. നമസ്കരിക്കണം എന്നുള്ള ബോധ്യമുള്ളവരുമാണ്. പക്ഷെ ആ നിസ്കാരം പടച്ചോൻ സ്വീകരിക്കണം. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊന്നും ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളോട് പറഞ്ഞിട്ട്, കാരണം ഇനി റമദാനാ വരുന്നത്, 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് ഈ ഒരു സൂറത്തുൽ മാഊന്റെ വിശദീകരിക്കുകയും ചെയ്യാം. അപ്പോൾ പറ്റുന്ന ആളുകൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ചോളി. പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഷർത്തുകൾ പ്രത്യേകിച്ച് നമുക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിക്കാറുള്ളതാവും. റുക്കിനുകൾ നമ്മൾ പാലിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണോ എന്നുള്ളത് ചിന്തിക്കണം. അതിന് വേണ്ടി മാത്രമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമസ്കാരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏതായാലും ഒന്നാമതായിട്ട് വേണ്ടത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ. ഏത് ഇബാദത്ത് സ്വീകരിക്കാനും വേണം 2 കാര്യങ്ങൾ. ഒന്ന് ഇഖ്ലാസാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാവുക. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇബാദത്തും അള്ളാഹിൻ്റെ അടുത്ത് സ്വീകരിക്കൂല. ചില മുഫ്ലിസുകളെ കുറിച്ച് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുഫ്ലിസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അമലുകൾ ഇതിന് പക്ഷെ ഒന്നും തന്നെ ഉപകരിക്കാത്ത ചില ആളുകളെ കുറിച്ച്. അപ്പോൾ അതിൽ ഇഖ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ പെടും. 2 സുന്നത്താണ്, ഇത്തിബാ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്ന പോലെ ചെയ്യാം. നിസ്കരിക്കുകയാണ്, ഇന്ന് ദുഹ്ർ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, ഞാൻ വിചാരിക്കുകയാണ് ഇന്നിപ്പോൾ ഏതായാലും എനിക്ക് കുറച്ച് സമയം കൂടുതലുണ്ട്, 5 നിസ്കരിക്കുക, പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന് 4 അത് മതി. എന്നാൽ ഇനി 3 മതി, തിരക്കുണ്ട് കുറച്ച്, 3 മതി, പറ്റുമോ? ഇല്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് ഏത് ഇബാദത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടത്. ഒന്ന് ഇഖ്ലാസ് വേണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിട്ട് ആയിരിക്കണം. രണ്ടാമത്തത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സുന്നത്തനുസരിച്ചായിരിക്കണം, ഇത്തിബാ ഉണ്ടായിരിക്കണം. അപ്പം നമസ്കാരത്തിന് പ്രധാനമായിട്ടും 9 ഷർത്തുകളാണ്. 9 ഷർത്തുകൾ. ഈ 9 ഷർത്തുകൾ തന്നെ ഒന്ന് നിസ്കാരം സ്വീകരിക്കുവാനുള്ള, സ്വീകാര്യമാവാനുള്ള ഷർത്തുകളുണ്ട്, നമസ്കാരം ശരിയാകാനുള്ള ഷർത്തുകളുണ്ട്. സ്വീകാര്യമാവാനുള്ള ഷർത്ത് എന്താ വെച്ചാൽ ഒന്ന് മുസ്ലിം ആവുക എന്നുള്ളത് തന്നെ. മുസ്ലിങ്ങൾക്കാണ് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കണം, എല്ലാവരും നിസ്കരിക്കണം. പക്ഷെ നിസ്കാരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിം ആവണം. രണ്ടാമത്തത് ബുദ്ധി ഉള്ളവനാവണം. ബുദ്ധിയുള്ളവർക്ക് നിസ്കാരം എന്തുള്ളൂ? നിർബന്ധമുള്ളൂ. മൂന്നാമതായിട്ട് വകതിരി വെത്തണം, അവർക്ക് നിർബന്ധമുള്ളൂ. ചെറിയ കുട്ടികൾ നമ്മളെ കൂടെ വന്ന് നിസ്കരിക്കാൻ നിസ്കരിച്ചോട്ടെ അല്ലേ, പക്ഷെ നിർബന്ധമുള്ളവർക്ക് ഇല്ല. അപ്പോൾ വകതിരി വെത്തണം, അല്ലെങ്കിൽ പ്രായപൂർത്തി ആവണം എന്ന് നമുക്ക് ചേർത്ത് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, നിസ്കാരം സ്വീകാര്യമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ വേണം. ഇനി നമസ്കാരം ശരിയാകണമെന്നുണ്ടെങ്കിൽ വേണ്ടതാണ് ഒന്ന് സമയമാവണം. ഇപ്പം തന്നെ പോയിട്ട് ളുഹർ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ശൈലിയിൽ പോണേ, മനസ്സിലാവണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമസ്കാരത്തിന് എന്ത് ചെയ്യണം? സമയമാവണം. പിന്നെ മറ്റൊന്ന് വലുതും ചെറുതുമായ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. രണ്ടുമുണ്ട്. വലിയ അശുദ്ധിയുണ്ട്, ചെറിയ അശുദ്ധിയുണ്ട്. വലിയ അശുദ്ധി അനുസരിച്ച് എന്ത് ചെയ്യണം? കുളി തന്നെ വേണം.
ചെറിയ അശുദ്ധിയാണെങ്കിൽ വുളൂ മതി അല്ലെ. ഇപ്പൊ ഈ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ആയാലും എന്തേ ഉള്ളൂ, നിസ്കാരം സ്വീകരിക്കുള്ളൂ. അതിനാ നമ്മൾ വുളൂ എടുക്കാതെ പോയിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ സ്വീകരിക്കുമോ? ഇല്ല. അപ്പോൾ ശരിയാകാനുള്ള നമസ്കാരം ശരിയാകാനുള്ള, എന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വെള്ളമൊന്നും കിട്ടാത്ത സാഹചര്യമാണ് എന്ത് ചെയ്യുക, തയമ്മും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളം തന്നെ കിട്ടും അല്ല. ഇസ്ലാം ഏറ്റവും എളുപ്പത്തിൻ്റെ മതാട്ടോ, എളുപ്പത്തിൻ്റെ മത. ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞില്ലേ, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, എളുപ്പമുണ്ട്. രോഗമുണ്ട്, വെള്ളം തൊടാൻ പറ്റൂല, പോയിട്ട് വെള്ളം കൊണ്ട് വുളൂ എടുക്കണോ? വേണ്ട. അതാ പറഞ്ഞ രോഗം എന്താണ്, പ്രയാസമാണ്. അപ്പോൾ എളുപ്പം എന്തുണ്ട്, തയമ്മുണ്ട്. നമ്മൾ പഠിപ്പിച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ എന്ത് നോക്കിയാലും തന്നെ. ചില സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പ്രയാസം അതുകൊണ്ടുണ്ട്. അന്ന് നിങ്ങൾ നോമ്പെടുക്കുക, നിസ്കാരം ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു എളുപ്പം. യാത്രക്കാരനാണ്, എന്ത് ചെയ്യുക, നിസ്കാരം ജമ്മും കസ്റും ആക്കാം. കലാ ഇല്ല കേട്ടോ, ജമ്മും കസ്റും ആക്കാം. കൂട്ടി സ്കരിക്കുക. ളുഹുർ അസ്റും ഏതെങ്കിലും ഒരു സമയത്താക്കാം, മഗ്രിബ് ഇശാവും ഏതെങ്കിലും ഒരു സമയത്താക്കാം. നല്ല യാത്രക്കാരനാണോ ചുരുക്കുക, 4 ഉണ്ടാക്കാം അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വലുതും ചെറുതുമായ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം എന്നുള്ളതാണ്. പിന്നെ 6ാമത്തത് നമസ്കരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ നമസ്കരിക്കുന്നവൻ്റെ വസ്ത്രം, ശരീരം, നജസ് എന്ത് ചെയ്യണം, ശുദ്ധിയാകണം. നജസ് ഉണ്ടാവാൻ പാടില്ല. നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിസ്കാരം സ്വീകരിക്കില്ല. അപ്പോൾ നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ പാല് മാത്രം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കാത്തതായ ആൺകുട്ടിയാണെങ്കിൽ എന്ത് മതി, ജസ്റ്റ് ഒന്ന് തുടച്ച് ആക്കിയാൽ മതി, ഒന്നും വേണ്ട. അതല്ല പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം, കഴുകണം. ശാസ്ത്രീയപരമായിട്ടും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്, നമുക്ക് തന്നെ പറയാവുന്നതാണ്. അതേപോലെ മറ്റൊന്നാണ്, നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാവും വേണം, നിസ്കരിക്കുന്ന നമ്മളെ ആളെ ശരീരം ശുദ്ധിയാവണം, വസ്ത്രം ശുദ്ധിയാവണം. ഇതൊക്കെയും തന്നെ നജസിൽ നിന്ന് ശുദ്ധിയാകേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഔറത്ത് മറയ്ക്കുക എന്നുള്ളത്. ആണിനും പെണ്ണിനും കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഔറത്ത് എന്താന്ന്. നമുക്കൊക്കെ അറിയണം. അതുകൊണ്ട് പറഞ്ഞത് നമുക്ക് അറിയുന്ന സാധനങ്ങളാണ്, ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തി പോകുന്നു എന്ന് മാത്രം. ഔറത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും കാലടക്കം അല്ലേ, നമ്മൾ കാലടക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും ഏത് സമയത്തും കാല് മറയണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഇസ്ലാമിൻ്റെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ശ്രദ്ധിക്കണം ആ ഒരു ഭാഗം ശരിക്കും മറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുക. എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ കിബില അറിയാത്ത ഒരാളാണെങ്കിലോ എന്താ ചെയ്യുക, എങ്ങോട്ടെങ്കിലും നിസ്കരിക്കുക, ചോദിക്കുക. അതാ പറഞ്ഞത്. അറിയാത്താണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം. എന്നിട്ടും മനസ്സിലായില്ല, പിന്നെന്ത് ചെയ്യുക, ഏതാണ് നമുക്കൊരു ഏകദേശം ഒരു തോന്നുന്ന ഒരു ധാരണ വെച്ചിട്ട് നിസ്കരിക്കുക, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നേരെ പോയിട്ട് എന്ത് ചെയ്യരുത്, ആക്കാനും പറ്റൂല. അപ്പോൾ കിബിലക്ക് മുന്നിട്ടിട്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ നീയത്ത് ഉണ്ടാവുക എന്നുള്ള, നീയത്ത് മനസ്സിൽ കരുതുക എന്നുള്ളതാണ്. ദുഹർ ഞാൻ 4 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലുള്ള ഒരു നീയത്താണ്, ഒരു ഉദ്ദേശമാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു ചൊല്ലി പറയാന്നുള്ളത് ഇസ്ലാം പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നതായിട്ട്, ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മൾ റുക്കിനുകൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ശരിക്കും മനസ്സിലാക്കണേ. ആരെങ്കിലും എവിടെയെങ്കിലും ഉറക്കുണ്ടെന്ന് വെച്ചാൽ വേഗം ഒന്ന് ഉണരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിസ്കാരം ഒരു റുക്കിന് നഷ്ടമായുള്ള പ്രശ്നം എന്താ അറിയോ, എന്താ, ഒരു റുക്കിന് ഒരാളുടെ നമസ്കാരത്തിൽ ഇല്ല, നഷ്ടപ്പെട്ട് എന്താ ചെയ്യുക? ആർക്കും പറയാം പോരാ, സഹുവിൻ്റെ സുജൂദ് പോരാ. ഒരു റുക്കിന് നഷ്ടമായി കഴിഞ്ഞാൽ അവരുടെ നിസ്കാരത്തിൽ തന്നെ നമുക്ക് ഓർമ്മ വന്നണോ ആ റക്അത്ത് നഷ്ടമായി, നിസ്കാരം ബാത്തിലാണ്. പൊതുവെ നിസ്കാരം ബാത്തിലാണ് റുക്കിന് നഷ്ടമായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൗരവമാണെന്ന്. റുക്കിന് നഷ്ടമായ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് അത് തോന്നിയെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, മാറ്റി ഇതാക്കണം. ഒരു റക്അത്തുള്ളൂ വെച്ചാൽ മാറ്റി ആ റക്അത്ത് നിസ്കരിച്ചാൽ മതി. കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്നലെ ളുഹർ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് 2 സുജൂദുള്ളടത്ത് ഒരു സുജൂദ ചെയ്തിട്ടൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വന്ന് എന്ത് ചെയ്യണം, അപ്പം ഞാൻ 4 റക്അത്തും മാറ്റി നിസ്കരിക്കണം. അതാണ് പറഞ്ഞത്, റുക്കിന് നഷ്ടമായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തില. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഒന്നാമത്തത് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളതാണ്. കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം. നമ്മൾ ഇൻഷാ അല്ലാഹ് റമദാനാണ് വരുന്നത്, നമ്മൾ നിസ്കാരം ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കും അല്ലേ. വിശ്വാസികൾ എന്തായാലും നിസ്കാരം ശ്രദ്ധിക്കും.
അതിൻ്റെ പുറമെ രാത്രി നിസ്കാരം തറാവീഹിന് പോകാൻ കഴിയുന്നവരങ്ങനെ അതുണ്ടാകും. സുന്നത്തുകൾക്ക് കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകും. ഫർളുകൾ അതത് സമയത്ത് ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിൽക്കാൻ കഴിയോ നിസ്കരിക്കണം, നിൽക്കാൻ കഴിയൂലേ ഇന്ന മാൽ ഉസ്രി ഉസ്രി. നമ്മൾ നേരത്തെ പറഞ്ഞേ പ്രയാസമാണോ എളുപ്പമുണ്ട് ഇരുന്ന് നിസ്കരിച്ചോളി. നിൽക്കാനും ഇരിക്കാനും കഴിയൂല എന്തോളി കിടന്ന് നിസ്കരിച്ചോളി. അതിനൊന്നും കഴിയൂല എന്ത് ചെയ്തോളി കണ്ണോണ്ട് നിസ്കരിച്ചോളി. നിസ്കരിക്കാതെ ഇരിക്കാനുള്ള വല്ല അവസരമുണ്ടോ? ഇല്ല. നമ്മൾ ഗൗരവമാണ്, നമ്മൾ മനസ്സിലാക്കണ്ട. നമസ്കാരം ഒഴിവാക്കാൻ എന്തില്ല, വകുപ്പൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ കഴിവുള്ളവന് നിന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റുക്കിന്. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന നമസ്കാരത്തിലേക്ക് പോകുന്ന ആ തക്ബീറത്തുൽ ഇഹ്റാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു വരികയാണ്. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം രണ്ടാമതായിട്ട് റുക്കിനുകളാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരം എന്ത് ചെയ്യും, ബാത്തിലാകുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ മൂന്നാമതായിട്ട് ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതുക എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ നേരം വൈകി വരുന്ന ആളുകളെ സംബന്ധിച്ച് റുക്കൂ കിട്ടിക്കഴിഞ്ഞാൽ റക്കാത്ത് കിട്ടും. അങ്ങനെയുള്ള ഒരു ഹദീസുകളോട് തന്നെ വന്നിട്ടുള്ളതാണ്. പിന്നെ റുക്കൂ ചെയ്യുക, റുക്കൂ ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ റുക്കൂയിൽ നിന്ന് എഴുത്തിതാലുള്ള നൃത്തം. ഈ രണ്ടെണ്ണം, റുക്കൂന്ന് ഉയരും വേണം, എഴുത്തിതാലുള്ള നൃത്തവും. അപ്പോൾ അതും നമ്മുടെ റുക്കിനുകളിൽ പെട്ടതാണ്. പിന്നെ സുജൂദ്, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. അപ്പോൾ രണ്ട് സുജൂദുകൾക്കിടയിൽ നിന്ന് ഉയരലും സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും അതും റുക്കിനുകളാണ്. അതുപോലെ തന്നെ ഓരോ റുക്കിനുകളിലും തുമനീനത്തുണ്ടാകും, അടക്കം വേണം. കോഴി കുത്തണ മൊയിലുണ്ട് നിസ്കരിക്കാൻ പറ്റില്ല, റസൂലുള്ളാഹിന്റെ പ്രയോഗമാണ് അല്ലേ. കോഴി അരി കൊത്തെങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തേക്ക് ടപ്പെട്ടപ്പെട്ട് വെച്ചിട്ട് ഇങ്ങനെ അരിമണി എങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും, അതില്ല. അപ്പോൾ തുമനീനത്തുണ്ടാവണം, അടക്കം നമസ്കാരത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ തശഹുദ് റുക്കിനാണ്, അതില്ലാന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലൽ, സലാം വീട്ടൽ, ഇത്രയും കാര്യങ്ങൾ നമസ്കാരത്തിൻ്റെ റുക്കിനുകളാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമസ്കാരത്തിലാണോ അത് വീണ്ടെടുത്ത അടുത്ത റക്അത്തുകളിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്കിനി ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ റമദാനിൻ്റെ ഒരു മാസമാണ് നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. റമദാനിൻ്റെ മാസം, ഖുർആനിൻ്റെ മാസം. റമദാൻ മാസമാണ്, ഖുർആനിൻ്റെ മാസമാണ്. ഖുർആൻ അവതീർണമായ മാസമാണ്. ഖുർആനോട് ഒരു വിശ്വാസിക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളൊന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് ആ ബാധ്യത നമ്മൾ പലപ്പോഴും നിറവേറ്റാറുണ്ട്. ഒന്നാമത്തെ ബാധ്യത, ആ ബാധ്യത വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് അംഗീകരിക്കില്ല. അതിന് നമുക്ക് ആർക്കും സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റാറുണ്ട്. രണ്ടാമത്തെ ഖുർആനോടുള്ള ബാധ്യത ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റണം. നമ്മളെ മുമ്പിൽ ഒരു ഖുർആനിൻ്റെ ഒരു മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ ഖുർആന് പഠിക്കുക എന്നുള്ളത്, ഖുർആൻ പഠിക്കുന്നവരാണ് ഉത്തമന്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നമുക്കറിയാവുന്ന ഹദീസ്. നിങ്ങൾ ഏറ്റവും ഉത്തമരാരാന്ന് പഠിപ്പിച്ചെന്നത്. അപ്പോൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു പറയുന്നുണ്ട് അഹ്ലുൽ ഖുർആനെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകക്കാരായ ആളുകൾ, അതാരാന്ന് പറഞ്ഞാൽ ആരാ അറിയോ? ഖുർആന്റെ ആൾക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകക്കാരായ ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ ഹും അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വ ഖാസത്തുഹു. അള്ളാഹ്ക്ക് പ്രത്യേകക്കാരായിട്ടുള്ള അഹ്ലുകാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിൽ പെടണമെന്നുണ്ടെങ്കിൽ ഖുർആനെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഖുർആന് പഠിക്കുക എന്നുള്ളത് ഖുർആനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ബാധ്യതയിൽ പെട്ടതാണ്. മൂന്നാമത്തത് ഖുർആനിൻ്റെ ആശയവും വിശദീകരണവും പഠിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതിൽ നമ്മൾ പറയട്ടോ, ഖുർആന്റെ ആശയും വിശദീകരണവും പഠിക്കുക. എന്തിനാ ഖുർആൻ അവതരിപ്പിച്ചേ? എന്തിനാ പഠിപ്പിച്ചേ? മനുഷ്യരാശിക്ക് മാർഗദർശനാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലേ? അതെന്താ? ഹുദൻ, സന്മാർഗദർശനാണ്. അപ്പം അത് വെറുതെ ഇങ്ങനെ ഓതിപ്പോയി കഴിഞ്ഞാൽ കൂലിയുണ്ട്, അതിനെ ഞാൻ എതിർക്കല്ല, കൂലിയുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാവുമോ?
ഇല്ല. അതിൻ്റെ ആശയങ്ങൾ പഠിക്കുന്നതിലൂടെ, വിശദീകരണം പഠിക്കുന്നതിലൂടെയാണ് അതിൻ്റെ ബാധ്യത നമുക്ക് പൂർത്തീകരിക്കുക. മൂന്നാമത്തെ നമ്മുടെ ഖുർആനോടുള്ള ബാധ്യത അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും പഠിക്കുക. 4 ഖുർആൻ പഠിപ്പിക്കുക. ഖുർആൻ പഠിപ്പിക്കുക, അതായത് പ്രബോധനം ചെയ്യുക. നമുക്ക് ചുറ്റും ആളുകളുണ്ട്, അവർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ മക്കളുണ്ട്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക്. ഖുർആൻ അതാണ് ഒന്നാമത്തെ ബാധ്യത. ഈ സ്വഹാബാക്കളൊക്കെ ശരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അതായിരുന്നു. മക്കൾ വളർന്നു വരികയാണെന്നുവെച്ചെങ്കിൽ അവർക്ക് ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, ചരിത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, നബി സ്വല്ലല്ലാഹു സീറ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരായത്ത് പഠിച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് പല ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യഗ്ലു അന്നി വലൗ ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ച്. നമ്മൾ ആ ഒരു ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രദ്ധ നമ്മൾ ഉണ്ടാവണം. 5ാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെ. പാരായണം ചെയ്യുക. ഈ റമദാനിൽ ഒരു 3, 4, 5, 6 ഖത്തമെങ്കിലും തീരുന്നുള്ളത്. നമ്മളത് പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇവിടെ ഒരു 1 എന്നൊക്കെ പറയണമെങ്കിൽ കുഴപ്പമില്ലേനി. അല്ല, ചില സ്വഹാബാക്കളൊക്കെ ഒരു ദിവസം 3 ഖത്തം തീർത്തവരുണ്ട്. ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞ റമദാനിൽ ഒരു 3 എന്നാണ്. ശരിക്കും മനസ്സിന് സമയം കണ്ടെത്തിയാൽ, അതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്കാനാ. അപ്പോൾ ആ വായന നമ്മുടെ ഖുർആൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒരു ഹർഫ് വായിച്ചാൽ തന്നെ എന്ത് ചെയ്യും? 10 പ്രതിഫല. റമദാനാണ്, എത്രയും പഠിച്ചവൻ കൂട്ടിത്തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പാരായണത്തിന് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കറിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നമുക്ക് പ്രതിഫലം നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരായണത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ശ്രദ്ധിക്കേണ്ടത്, പാരായണം ചെയ്യുമ്പോൾ ഒരു പോക്ക് അങ്ങോട്ട് പോകരുത്. കാരണം ഖുർആൻ ഖുർആന തർത്തീലാന്നാണ് പഠിപ്പിച്ച്. തർത്തീലനുസരിച്ചിട്ട് കുറച്ച് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മണിക്കാനുള്ളതൊക്കെ മണിച്ച്, മറ്റെന്ത് വെച്ച് കഴിഞ്ഞാൽ ഹറക്കത്ത് കണ്ട് തെറ്റിയിട്ടൊക്കെ കണ്ട് ഓതിപ്പോവും. ഗൗരവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിച്ചിട്ട് സാവകാശത്തിലായിരിക്കാം നമ്മുടെ പാരായണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഖുർആൻ മനപ്പാടാക്കുക, ഹിഫ്ളാക്കുക. ചില സൂറത്തുകൾ നമുക്ക് എടുക്കുക. ഈ റമദാനെ കൊണ്ട് ഒരു 6-7 കുറച്ച് വലുപ്പമുള്ള സൂറത്ത്, ചെറുതല്ല, കുറച്ച് പ്രധാനപ്പെട്ട, ഒന്നെങ്കിൽ സൂറത്തുൽ മുൽക്കോ, അല്ലേ, അതായത് ചെറുത് യാസീൻ ചിലപ്പോൾ പലരും പഠിച്ചവരുണ്ടാവും. പക്ഷെ പഠിച്ചതിന് ശേഷം ഓർമ്മ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ള അല്ലാഹു ആലം. അപ്പോൾ നമ്മൾ ഏതാണോ പഠിച്ചത് നമ്മൾ നിലനിർത്തും വേണം. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചേ. അതേപോലെ അതിൻ്റെ അർത്ഥം പഠിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം അതൊക്കെയാണ്, ആശയം പഠിക്കലും അർത്ഥം പഠിക്കലും അത് മനസ്സിലാക്കലാണ്. അതിന് ശേഷം ഇപ്പോൾ ഞാൻ അവിടെ കാണപ്പാടാക്കാമെന്ന് പറഞ്ഞത്. ആ മനപ്പാടാക്കാനുള്ള ശ്രദ്ധ നമ്മളടുത്തുനിന്ന് ഉണ്ടാവണം. അതിന് ഏതെങ്കിലും സൂറത്തുകളെങ്കിലും ഈ റമദാനെ കൊണ്ട് ഞാൻ തീർക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധയ്ക്ക് പോകുന്നൊരവസ്ഥയാവരുത് കേട്ടോ. വെറുതെ ഖുർആൻ അവിടെ അങ്ങനെ ഇട്ടിച്ചാണ് നമ്മളിവിടെ ബളബളാ വർത്താനം പറയുന്നുണ്ട്, അത് വേണ്ട. കാരണം ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു എന്നുള്ള, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ആ സാഹചര്യത്തിലായിരിക്കാം നമ്മൾ ഖുർആന് കേൾക്കാനും നിൽക്കണ്ടേ. അപ്പോൾ ഖുർആന് നന്നായിട്ട് കേൾക്കുക എന്നുള്ള നല്ല ഖിറാഅത്തുകൾ, നല്ല പാരായണങ്ങൾ നമുക്ക് മുമ്പിൽ കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഖുർആന് പാരായണങ്ങൾ ശ്രവിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഖുർആനെ കൊണ്ട് ചിന്തിക്കുക, ഉറ്റാലോചിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകളെ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ എപ്പോഴും ഖുർആനോടുള്ള ഒരു ആദരവും സ്നേഹവും കാര്യങ്ങളൊക്കെ അതിൻ്റെ പഠനത്തിലൂടെയും അതിൻ്റെ ആശയം മനസ്സിലാക്കുന്നതിലൂടെയും ആ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ്. അപ്പോൾ ആ ഒരു ആദരവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ പാലിച്ച് ഖുർആനിൻ്റെ ആളുകളായിക്കൊണ്ട് ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.